രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളുമായി യുവതികൾ രംഗത്ത് വന്നപ്പോൾ തെളിവുകളില്ലാതെ അടിസ്ഥാനരഹിതമായി ഒരു നിയമപരമായ ഒരു നടപടിക്കോ അല്ലെങ്കിൽ ഒരു പരാതി റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കുവാനോ തയ്യാറാകാതെ മാധ്യമങ്ങളിൽ വന്ന് കൊണ്ട് ഇങ്ങനെ ചെലച്ചിട്ട് പോയപ്പോൾ അത് കൂട്ടുപിടിച്ചുകൊണ്ട് രാഹുലിനെ വേട്ടയാടാൻ മുന്നിൽ നിന്നവർ ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് രാഹുലിനെതിരെ ഒരു നടപടി എടുത്തപ്പോൾ ആ നടപടിയുടെ ഉത്തരവാദി താനാണെന്ന് പ്രഖ്യാപിച്ച VD സതീശനെതിരെയും സൈബർ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും കോൺഗ്രസ് ഹാൻഡിലുകളാണ് എന്ന പേരിൽ വ്യാജമായ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് നിരന്തരമായി പ്രതിപക്ഷ നേതാവിനെതിരെ സൈബർ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തതിന് പിന്നിലും ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യമാണ്. രാഹുലിനെതിരെ നടത്തിയിരിക്കുന്ന ഈ മാധ്യമവേട്ട കൊണ്ട് രാഹുലിനെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് മാധ്യമങ്ങളും സഖാക്കളും എത്തി നിൽക്കുമ്പോൾ ഇപ്പോ പുതിയ ഒരു തന്ത്രവുമായിട്ടാണ് ഈ മാധ്യമങ്ങളും സഖാക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കോൺഗ്രസിൽ തമ്മിൽ തല്ലാണ്. അതും VD സതീശനും ഷാഫി പറമ്പിലും ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റു ചിലരും മറ്റൊരു ഭാഗത്ത്. അങ്ങനെ കോൺഗ്രസിൽ ഒരു ചേരി തിരിഞ്ഞുള്ള തമ്മിൽ തല്ല് ഉണ്ടെന്നുള്ള പ്രതീതി ഉണ്ടാക്കിയെടുക്കുകയാണ് മാധ്യമങ്ങൾ. അത്തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ ക്ലിപ്പുകളൊന്നും ഇവിടെ ആഡ് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോ എന്താണ് ഇവരുടെ ഈ ഇൻട്രസ്റ്റ് ഇതിൽ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് റോജി എം ജോൺ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. അതിൽ ഈ റിപ്പോർട്ടർ ടിവിയുടെ മുൻ MD-യും മുൻ എഡിറ്റർ ഇൻ ചീഫുമായിരുന്ന നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് CPM-ന്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇയാളുടെ നേതൃത്വത്തിൽ ഒരു സൈബർ പട പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് ഈ നികേഷ് കുമാറാണ്. ഈ സൈബർ പട പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ഫേക്ക് ഹാൻഡിലുകൾ, കോൺഗ്രസിന്റെ UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളാണെന്ന രീതിയിലുള്ള ഫേക്ക് ഹാൻഡിലുകൾ ഉണ്ടാക്കി അതിൽ നിന്നൊക്കെ പ്രതിപക്ഷ നേതാവിനെയും തെറി വിളിക്കുകയും സൈബർ ആക്രമണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ചില ഫേക്ക് ഹാൻഡിലുകൾ. ഈ ഫേക്ക് ഹാൻഡിലുകൾ ഒക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇപ്പോ വലിയ വാർത്തയാക്കുന്നത്. എന്താണ്? കോൺഗ്രസിൽ തമ്മിൽ തല്ലാണ്, പ്രതിപക്ഷ നേതാവിനെതിരെ സൈബർ ആക്രമണം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് VD സതീശൻ തന്നെ പറയുകയുണ്ടായി. തനിക്കെതിരെ എല്ലാ ദിവസവും കാർഡുകൾ ഉണ്ടാക്കണം, തനിക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കണം, വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കണം, തനിക്കെതിരെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തണമെന്ന് CPM-ന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം സൈബർ ഇടങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറയുകയുണ്ട്. ആ അവസരത്തിലൊന്നും അതൊന്നും വാർത്തയാക്കുകയോ അത് ചർച്ചയാക്കുകയോ ചെയ്യാത്ത മാധ്യമങ്ങൾ ഇന്നിപ്പോ ചർച്ച ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ സൈബർ ആക്രമണം എന്നാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാട് എടുത്തതിനാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിൽ എന്തുണ്ടാവുന്നത്, സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത്. ഈ ആക്രമണങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതാവട്ടെ കോൺഗ്രസ്സുകാരാണെന്നാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇവിടെയാണ് ഹൂ കെയേഴ്സ് എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ വരുന്നത് മീഡിയ കെയേഴ്സ് എന്നാണ്. അതായത് മീഡിയകൾക്ക് ഈ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് മീഡിയകൾക്കുണ്ട് എന്നുള്ളതാണ്. അവർ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമ വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജമായ തെളിവുകളും ഓഡിയോ ക്ലിപ്പുകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ നിർമ്മിച്ചു നൽകുന്നതിൽ മുന്നിൽ നിന്നത് ഈ മീഡിയയാണ്. ഈ മീഡിയ എന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ പെടില്ല കേട്ടോ, ബട്ട് ചിലർക്കൊക്കെ അതിലൊക്കെ താല്പര്യമുണ്ട്. അതിൽ ഒരാളാണ്, ഒരു മീഡിയയാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് ഈ റിപ്പോർട്ടർ TV എന്ന് പറയുന്നത്. റിപ്പോർട്ടർ TV ആണ് ഇത്തരത്തിൽ ഞങ്ങൾക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ട് ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത തെളിവുകൾ ഇവർ പുറത്തുവിട്ടത്. അപ്പൊ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ കെയർ ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റോജി എം ജോൺ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ റോജി എം ജോൺ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് എന്ന് പറയുന്നത് ഇതിന് പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന നികേഷ് കുമാറാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് ഇതൊക്കെ പെയ്ഡ് ന്യൂസുകളാണ് എന്നുള്ളതാണ്. അതായത് CPM ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി കൊണ്ടുവരുന്ന ഒരു സൈബർ പട, ആ സൈബർ പടയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഫേക്ക് ഹാൻഡിലുകൾ, അതും എസ്പെഷ്യലി
ഇതിനൊക്കെ ഇവരുടെ ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ തെറിവിളികൾ നടത്തുന്ന അസഭ്യവർഷം നടത്തുന്ന ഈ ഹാൻഡിലുകൾ ഒന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൊക്കെ ഇവരൊക്കെ കോൺഗ്രസ് അനുഭാവികളായിരിക്കും, അതല്ലെങ്കിൽ UDF അനുഭാവികളായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എന്ന് പറയുന്ന രീതിയിലുള്ള ഫേക്ക് ഹാൻഡിലുകളായിരിക്കും. അത് ഒരു ജെന്യൂനിറ്റിക്ക് വേണ്ടിയാണ്. അതായത് കോൺഗ്രസ്സുകാർ തന്നെ തെറി വിളിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് അത്തരത്തിലുള്ള ഫേസ്ബുക്ക് കമന്റുകൾ, അത്തരത്തിലുള്ള തെറിവിളികൾ ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അത് വലിയ ചർച്ച എന്താണ്? കോൺഗ്രസിൽ തമ്മിൽ തല്ലാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കാര്യം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ? ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും വലിയ ഒരു ക്യാമ്പയിനിങ്, ഇത്രയും വലിയ ഒരു മാധ്യമ വിചാരണ, ഇത്രയും വലിയ ഒരു വേട്ട, ആ വേട്ടയാടലുകൾ നടത്തിയിട്ടും അയാളുടെ രോമത്തിൽ തൊടാൻ ഇവർക്ക് സാധിച്ചില്ല, സഖാക്കൾക്ക് സാധിച്ചില്ല, ഈ പെയ്ഡ് ന്യൂസുകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങൾക്കും സാധിച്ചില്ല. ഈ ഫേക്ക് ഹാൻഡിലുകൾ ഉണ്ടാക്കുന്നതിലും ഇത്തരത്തിൽ ഫേക്ക് തെളിവുകളും ഓഡിയോ ക്ലിപ്പുകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ പ്രചരിപ്പിക്കുന്നതിലും മാധ്യമങ്ങൾ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരാണ്. അവര് ഈ ഇടതുപക്ഷത്തിന്റെ സഖാക്കളുടെ വലം കൈയായി പ്രവർത്തിച്ചവരാണ്. ഇവർക്കൊക്കെ ഇതിനുള്ള കൂലിയും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കൂട്ടിക്കൊടുപ്പിന് ഇവർക്ക് കാശ് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിചിത്രമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോ ഇവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തൊടാൻ കഴിഞ്ഞില്ല, അയാളുടെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ള വാസ്തവം തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഒന്ന് കളം മാറ്റി ചവിട്ടി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതിൽ, അയാൾക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തതിൽ മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശനാണ്. അപ്പൊ VD സതീശനെ തെറി വിളിക്കുക, VD സതീശനെതിരെ നിരന്തരമായ സൈബർ ആക്രമണങ്ങൾ ഇങ്ങനെ പടച്ചു വിടുക, അതും ഏറ്റില്ല. കാരണം ഈ സൈബർ ആക്രമണങ്ങളിൽ താൻ അതുകൊണ്ട് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് തുറന്ന് VD സതീശൻ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് രണ്ടും എവിടെയും എത്താതെ വരുമ്പോൾ, അത് എവിടെയും എത്തിയില്ല എന്ന് പറയുമ്പോൾ, കാരണം സഖാക്കളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇറങ്ങി പുറത്തു പോകുന്നത് അവർക്കത് വലിയൊരു നേട്ടമല്ല. അവർക്ക് വേണ്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതായിരുന്നു. ആ MLA സ്ഥാനം രാജിവെച്ചില്ല എന്ന് മാത്രമല്ല, ഈ വരുന്ന 15-ന് തുടങ്ങാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാനും പോവുകയാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഇവർ എന്തിനു വേണ്ടിയാണോ പരിശ്രമിച്ചത്, ആ പരിശ്രമങ്ങൾ അത്രയും പാഴായി പോയി എന്നുള്ളതാണ്. അപ്പോഴാണ് ഇവർ ഒന്ന് കളം മാറ്റി ചവിട്ടിയത്. സൈബർ ആക്രമണം ഈ VD സതീശന് നേരെ തൊടുത്തുവിട്ടു. VD സതീശനും തന്റെ നിലപാടിൽ നിന്നും മാറ്റമില്ല, പിറകോട്ടില്ല എന്ന് കണ്ടപ്പോ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ ഒരു രണ്ട് ചേരി ഉണ്ടാക്കിക്കൊണ്ട് സതീശനെയും ഷാഫിയെയും ഒരു ഭാഗത്ത് നിർത്തി, മറുഭാഗത്ത് രാഹുലും മറ്റു ചിലരെയും ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് തമ്മിൽ തല്ലാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുക. അതായത് പ്രസ്ഥാനത്തിനെ വിശ്വസിക്കുന്ന, പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള, പ്രസ്ഥാനത്തെ വിശ്വസിക്കുകയും പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അനുഭാവികളായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ, അവർക്കിടയിൽ ഇത്തരത്തിൽ ഒരു തമ്മിൽ തല്ലിന്റെ പ്രതീകം ഉണ്ടാക്കിയെടുക്കുക. അതുവഴി കോൺഗ്രസിന്റെ അക്സെപ്റ്റൻസ്, ഇപ്പൊ UDF-നും മേൽക്കോയ്മ, ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ കോൺഗ്രസിനും UDF-നുമുള്ള ഒരു മേൽക്കോയ്മയിൽ വിള്ളൽ വീഴ്ത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനും നേതൃത്വം നൽകുന്നത് ഇവിടുത്തെ മീഡിയയാണ് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. ആര് കെയർ ചെയ്തില്ലെങ്കിലും മീഡിയ കെയർ ചെയ്യും. കാരണം അവർക്ക് അതിനുള്ള പ്രതിഫലങ്ങൾ ലഭിക്കുന്നുണ്ട് CPM-ന്റെ ഭാഗത്ത് നിന്ന്, സഖാക്കളുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ്. അതിനെ കൂട്ടുനിൽക്കുന്ന ചില മാധ്യമങ്ങൾ, ചില മാമാപ്പണിക്കാർ, ചില കൂട്ടിക്കൊടുപ്പുകാർ നമ്മുടെ മീഡിയകളിലും ഉണ്ട് എന്നുള്ളത്. കാരണം ഇത്തരത്തിൽ പെയ്ഡ് ന്യൂസുകൾ മാത്രം പടച്ചുവിടുന്ന മീഡിയകൾ നമ്മൾ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് ഒരുപാടധികം കണ്ടിട്ടുണ്ട്. ആ ഒരു രീതി കേരളത്തിലെ മാധ്യമങ്ങളും പിന്തുടരുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെയ്ഡ് ന്യൂസുകളാണ് ബാക്കിയുള്ള സത്യങ്ങളെക്കാളും വാസ്തവങ്ങളെക്കാളും നേരിനേക്കാളും ഒക്കെ വലുത് പെയ്ഡ് ന്യൂസുകൾ മാത്രമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പെയ്ഡ് ന്യൂസുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ കോൺഗ്രസിനുള്ള ഒരു അക്സെപ്റ്റൻസ്, ഒരു സ്വീകാര്യത, കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെ പ്രശംസിച്ചുകൊണ്ട് പലരും മുന്നോട്ട് വരുന്ന, മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന പലരെയും മുന്നിൽ വരുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ അത്തരത്തിൽ ആ ഒരു തീരുമാനം അത് വലിയ ഒരു ചരിത്രപരമായ തീരുമാനമായി എന്ന് കണ്ടപ്പോൾ സൈബർ ആക്രമണങ്ങൾ VD സതീശനെ തെറിവിളിക്കുന്നതിലേക്ക് കാര്യങ്ങൾ മാറ്റി.
അതും ഏൽക്കാതെ വന്നപ്പോൾ ഇവർ രണ്ടുപേരെയും ചേർത്ത് വെച്ചുകൊണ്ട് തമ്മിൽ തല്ലാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുകയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ഇന്നലെ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം, ഇന്നലെയല്ല മെനിഞ്ഞാന്ന് തന്നെ റോജി എം ജോൺ ഇത്തരത്തിൽ തുറന്നടിച്ചുകൊണ്ട് ഇതാണ് ഇതിന്റെ വാസ്തവം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തത്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മാധ്യമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട്, അവരുടെ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ നടപ്പിലാവില്ല എന്ന് കാണുമ്പോഴാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ഒന്ന് കുഴച്ചു മറിച്ച് അതിൽ നിന്ന് കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനുള്ള ഈ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രാഹുലിനെതിരെ പട നയിച്ചിട്ട് ആ പട നയിച്ചത് എവിടെയും എത്താതെ ചെന്നെത്തിയപ്പോൾ രാഹുലിന് പണി കൊടുക്കാമെന്ന് ഇവർ ആഗ്രഹിച്ചു, ഇവർ അതിനുവേണ്ടി പ്രവർത്തിച്ചു. ബട്ട് രാഹുലിന് പണി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇവർ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ആ MLA സ്ഥാനം രാജിവെക്കലായിരുന്നു അവരുടെ ഉദ്ദേശം, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നപ്പോൾ VD സതീശനും കയ്യിൽ ഒതുങ്ങില്ല എന്ന് കണ്ടപ്പോൾ പ്ലേറ്റ് വീണ്ടും മാറ്റുന്നു. കോൺഗ്രസിന് തമ്മിൽ തല്ല് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.